എല്ലാവർക്കും അമ്മമ്മയുടെ ബർത്ത്ഡേയുടെ ഫൈനൽ പാർട്ടിലേക്ക് സ്വാഗതം. ഇന്നാണ് അമ്മമ്മയുടെ ബർത്ത്ഡേ. ഇതാണ് ഞാൻ കൊടുക്കാൻ പോകുന്ന ഗിഫ്റ്റ്. അമ്മമ്മയ്ക്ക് ഞാൻ കൊടുത്ത ഗിഫ്റ്റ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സത്യത്തിൽ അമ്മമ്മയുടെ ഒരുപാട് വർഷം മുന്നേ ഉള്ള ഫോട്ടോ നോക്കിയിട്ടാണ് ഞാൻ വരച്ചത്. അതിൽ അമ്മമ്മ കുറച്ച് തടിച്ചിട്ടൊക്കെയാണ് കേട്ടോ. ഇപ്പം അമ്മമ്മ കുറച്ച് ക്ഷീണിച്ചായിരുന്നു. എങ്കിലും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. അമ്മമ്മയുടെ അനിയത്തിമാരായിട്ടുള്ള ഞങ്ങളുടെ മറ്റ് രണ്ട് അമ്മമ്മമാരായിട്ടുള്ള സരസമ്മയും ലതമ്മയും ഇത് എല്ലാവർക്കും കൊണ്ടു നടന്ന് കാണിച്ചു കൊടുക്കായിരുന്നു. അവർക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. ഇതെൻ്റെ മാമനും പാപ്പനാണ്. കുഞ്ഞുമാമനും പാപ്പനും വലിയമാമനും ഉണ്ടായിരുന്നു. പാപ്പൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ രണ്ടാമത്തെ ഒരച്ഛൻ, അങ്ങനെ ഒരു സ്ഥാനമാണ് ആൾക്ക്. മാമിയും അതേപോലെ തന്നെ രണ്ടാമത് ഞങ്ങളുടെ അമ്മയുടെ സ്ഥാനം അലങ്കരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇതാണ് ഞങ്ങളുടെ വലിയമാമൻ. വലിയമാമനും കുഞ്ഞുമാമനും ഞങ്ങളുടെ ചങ്ങാതിമാരെ ചെറുപ്പം മുതലേ. ഒരു കാലഘട്ടം വരേക്കും ഞാനും ചേച്ചിയും അനിയത്തിയും യദുചേട്ടനും നിവിച്ചേച്ചിയും മാമയുടെയും പാപ്പൻ്റെയും മക്കളാണ്. ഞങ്ങൾ 5 പേരായിരുന്നു അമ്മയുടെ വീട്ടിലെ സാരഥികൾ, അല്ലെങ്കിൽ എന്താ പറയുക, മെയിൻ ആൾക്കാർ. കുസൃതിക്ക് കുസൃതി, കളികൾക്ക് കളി, അങ്ങനെയായിരുന്നു. ഇത് ഞങ്ങളുടെ വലിയമാമിയാണ്. ആ വയലറ്റ് കളറിലുള്ളതാണ് കുഞ്ഞുമാമി. കുഞ്ഞുമാമിനെ സ്ക്രീനിൽ കിട്ടാറില്ല. ആൾ അപ്പോഴേക്കും ഓടി രക്ഷപ്പെടും. അങ്ങനെ ഫുഡ് കഴിക്കാൻ ഫുഡൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ അമ്മമ്മ കിട്ടിയ ഗിഫ്റ്റുകളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും കാണും ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ തന്നെ ഗിഫ്റ്റൊക്കെ ഇതാക്കിയത്. എല്ലാവരും ഇതുപോലൊക്കെ തന്നെയുള്ള ഗിഫ്റ്റുകൾ തന്നെയാണ്. ഇത് ഞങ്ങളുടെ ഒരു ചേട്ടൻ ഹാൻഡ് മെയ്ഡായിട്ട് മെയ്ഡ് ചെയ്തതാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു സർപ്രൈസ് പറഞ്ഞിരുന്നു. ആ സർപ്രൈസാണ് ആ മെറൂൺ കളർ ഷർട്ടിൽ നിൽക്കുന്നത്. യദുചേട്ടനാണ്. ആൾ വരുന്നു ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ആരും തന്നെ. ഈവൻ പാപ്പനും മാമയ്ക്കും വരേക്കും സർപ്രൈസ് ആയിരുന്നു. ഞങ്ങളൊക്കെ കൂടിക്കഴിഞ്ഞാൽ, അതായത് ഞങ്ങൾ ഈ 5 പേര് കൂടിക്കഴിഞ്ഞാൽ ഗംഭീര ബഹളമാണ് വീട്ടിൽ. ഭയങ്കര വലിയൊരു സംഭവമാണ്. ഇപ്പോൾ ആ ഗാങ്ങിലേക്ക് ഒരുപാട് പേര് ആഡ് ഓൺ ആണ്. അതിൽ ഞാൻ മാത്രമാണ് ഇപ്പോൾ ഫ്രീ ആയിട്ടുള്ളതുള്ളൂ. നിവി ചേച്ചിയുടെ കല്യാണം കൂടി ആയിക്കഴിഞ്ഞാൽ ബാക്കി 4 പേരും കല്യാണം കഴിഞ്ഞ് കുടുംബമായി, കുട്ടികളായി. അങ്ങനെ യദുചേട്ടൻ ബാംഗ്ലൂരിൽ സെറ്റിൽഡാണ്. അങ്ങനെ മാമും പാപ്പനും എല്ലാവരും ബാംഗ്ലൂർ ബേസ്ഡാണ്. യദുചേട്ടൻ മെയിൻലി ഇപ്പോൾ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ തന്നെയാണ്. അങ്ങനെ എപ്പോഴും ബിസിനസ്സൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ഒട്ടും സമയമില്ലാത്ത ഭയങ്കര ബിസി ആയിട്ടുള്ള ലൈഫായിരിക്കും. അതിനിടയിലും ലൈഫിൽ ഇത്തരം സാഹചര്യങ്ങളിൽ സമയം കണ്ടെത്താൻ ചേട്ടന് സാധിച്ചു. ഇഡ്ഡലി ദോശ, ജ്യൂസിൽ 2 കോഫി, 4 കട്ടൻ ചായ. എല്ലാം പോണം. ഇത് അമ്മൂമ്മയുടെ കൂട്ടുകാരികളാണ്. 4 മണി ആയിക്കഴിഞ്ഞാൽ ഇവരുടെ കൂടെ പോയിരിക്കുക, സംസാരിക്കുക, ഇതൊക്കെയാണ് അമ്മൂമ്മയുടെ മെയിൻ വിനോദങ്ങൾ. ഇതിനിടയിൽ കുട്ടികളും അവരുടേതായിട്ടുള്ള സന്തോഷങ്ങളൊക്കെ കണ്ടുപിടിച്ചായിരുന്നു. அண்ணன் வந்தால் கும்பிட்டு நெல்ல இருட்டில் சிட்டி வாழும் ராஜாவுக்கு எல்லாரும் சொல்ல இவனை தொழுவானாயும் ஜனத்திறக்க காலம் நடுத்து வச்சால் சொர்க்கம் போலும் மன்னர் எல்லும் எல்லும் அண்ணன் தனி நாடன் கொல மல்லும் எல்லும் எல்லும் அண்ணன் தனி நாடன் கொல மல்லும் കണ്ണാടി നോക്കും നേരത്ത് നാടോടി കഥയുടെ വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് തിങ്കൾ കണ്ണാടി നോക്കും നേരത്ത്. ഇതാണ് ഞങ്ങളുടെ മേമ, അമ്മയുടെ അനിയത്തിയാണ്.
ഇത് ഞങ്ങളുടെ ശ്രുതി ചേച്ചി, യദു ചേട്ടൻ്റെ ലൈഫ് പാർട്ട്ണറാണ്. ആള് മലയാളി അല്ല കേട്ടോ. ആൾക്ക് പക്ഷേ ഇപ്പോൾ നന്നായിട്ട് മലയാളം പറയാനും അറിയാം, മനസ്സിലാവും നന്നായിട്ട്. നേരെ കാണുന്നതാണ് എൻ്റെ ചേച്ചി, ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് എൻ്റെ അമ്മയാണ് കേട്ടോ. അങ്ങനെ സദ്യ വിളമ്പാണ്. ചിന്നു മുഖം പാക്ക 100 ജന്മം പൊറക്കൂനുണ്ടാ உனக்காக கரையோனும் மெழுகாக எரியோனும் மாறேனே உன்னை தேடி ஆசை தீர பேசி போக தங்கமே தங்கமே என்பட தங்கமே 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 என்பட தங்கமே. ഇത് ഭയങ്കര ലെങ്തി ആയി പോകണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ എല്ലാം ഭയങ്കര സ്പീഡിലാക്കിയിട്ട് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനിടയിലും ഞങ്ങളുടെ ചെറിയ ചെറിയ കുസൃതികളൊന്നും വിട്ടുകളയാൻ നിന്നില്ല. ഇതെൻ്റെ അനിയത്തിയും ചേട്ടനും കൂടിയിട്ടുള്ള ചെറിയ 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 കാര്യങ്ങൾ. கண்ணே உன தாண்டி எனக்காருடா சின்ன முகம் பார்க்க 100 ஜென்மம் பொறக்கூனுண்டா. நட்ட நடு ராத்திரியில் வெத்தலைய போட்டுக்கிட்டு உனப்ப மெல்லுறேனே நான் சுகமா. என்ன குறையம் போறப்பில் அத்தனைக்கும் நான் பொறுப்பா உன்னை விட்ட எனக்கு யார். അമ്മമ്മയ്ക്ക് ഒരുപാട് നേരം നിൽക്കാൻ സാധിക്കില്ല. നിൽക്കാൻ ചെറിയൊരു വേദനയൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ അമ്മമ്മ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ ബാക്കിൽ കൊണ്ടുവന്ന് എല്ലാവരും ഫോട്ടോ എടുപ്പിക്കാം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു കേട്ടോ. കൊത്താകത്താരേ തങ്കമേ തങ്കമേ എമ്പട തങ്കമേ 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 എമ്പട തങ്കമേ തങ്കമേ എമ്പട തങ്കമേ. ഇതാണ് അമ്മമ്മയുടെ സഹോദരിമാർ. ഇത് ഞങ്ങളുടെ മറ്റൊരു ചേട്ടനാണ്, ചേട്ടനും ചേട്ടൻ്റെ കുടുംബം. ഇത് ഞങ്ങളുടെ അച്ചച്ചന്മാരാണ്. പിന്നെ ഉച്ച കഴിഞ്ഞ് ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ കേക്ക് മുറിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും രാവിലെ ഉണ്ടായിരുന്നവരൊക്കെയും പോയായിരുന്നു കേട്ടോ. ഒരു 4 മണി 4:30 കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കേക്ക് മുറിക്കാനായിട്ട്. എല്ലാവരും ഒന്നിച്ച് ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചു. நின்னு வழி பார்த்து நானும் கொஞ்சம் இழைச்சேனடா. கண்ணு உன தாண்டி எனக்காருடா சின்ன முகம் பார்க்க 100 ஜென்மம் பொறக்கூனுண்டா. உனக்காக கரையோனும் மெழுகாக எரியோனும் மாறேனே உன்னை தேடி. അങ്ങനെ ഞങ്ങളുടെ പതിവ് തെറ്റിക്കാൻ നിന്നില്ല. മാമന്മാരെയും കൊണ്ട് കറങ്ങാൻ പോയി. അതിനിടയിൽ ഓട്ടപ്പന്തയും. ഇതിനിടയിൽ അമ്മമാർക്കും മാമന്മാർക്കും അവരുടെ കുട്ടിക്കാലങ്ങൾ ഓർക്കാനുള്ള സമയമായിരുന്നു. അങ്ങനെ അവരും അവൻ്റെ പണ്ടത്തെ കുറേ കാര്യങ്ങളൊക്കെയും സംസാരിച്ച് നൊസ്റ്റാൾജിയ മോഡിലേക്ക് എത്തിയിരുന്നു. അങ്ങനെ എല്ലാവരെയും യാത്രയാക്കി. അങ്ങനെ അമ്മമ്മയുടെ ബർത്ത്ഡേ ഞങ്ങൾ നല്ല രീതിക്ക് തന്നെ എല്ലാവരെ കൊണ്ടാവും വിധം എല്ലാവരും നന്നാക്കാൻ ശ്രമിച്ചു എന്നാണ് വിശ്വാസം. അമ്മമ്മയ്ക്ക് സന്തോഷമായിട്ടുണ്ട്, അതാണ് മെയിനായിട്ട് വേണ്ടതും.